Hello, my dear friends and students. Welcome back to Ejudra's daily Hindu review session. നിങ്ങൾ ഇതുവരെയുള്ള ഹിന്ദു റിവ്യൂസ് എല്ലാം കണ്ട് അപ് ടു ഡേറ്റ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ടുഡേ we have some important news to review. ഇന്നത്തെ മെയിൻ പേജിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ന്യൂസ് ഉണ്ട്. ലോക്സഭ ടു ഡിബേറ്റ് TDP's no trust motion tomorrow. ലോക്സഭയിൽ the opposition parties are planning to introduce no confidence motion against the Modi government. അതാണ് വാർത്ത. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ലോക്സഭയിൽ എന്താണ് ഈ നോ കോൺഫിഡൻസ് മോഷൻ? അവിശ്വാസ പ്രമേയം എന്ന് മലയാളത്തിൽ പറയും. If the majority is not supporting a government, no confidence motion can be introduced, and that may lead to the fall of the incumbent government. ഒരു നിലവിലുള്ള ഗവൺമെന്റിനെതിരെ കൊണ്ടുവരുന്ന മൂവാണ് നോ കോൺഫിഡൻസ് മോഷൻ. ദാറ്റ് റിക്വയർസ് ദ സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ്. ഈ നോ കോൺഫിഡൻസ് മോഷൻ ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, നോട്ട് ചെയ്യുക. രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നോ കോൺഫിഡൻസ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് നീഡ് സപ്പോർട്ട് ഓഫ് 50 മെമ്പേഴ്സ്. 50 ലോക്സഭ MPസിൻ്റെ എങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നോ കോൺഫിഡൻസ് മോഷന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൊടുക്കാൻ പറ്റൂ. അത് എങ്കിൽ മാത്രമേ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റൂ. അതാണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ. ഒന്ന്, ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ, ആൻഡ് ദാറ്റ് നീഡ് സപ്പോർട്ട് ഓഫ് 50 മെമ്പേഴ്സ്. പിന്നെ നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാവണമെങ്കിൽ വേണ്ട മെജോറിറ്റി സിമ്പിൾ മെജോറിറ്റിയാണ്. അതായത് ലോക്സഭയുടെ സ്ട്രെങ്തിൻ്റെ പകുതിയിൽ കൂടുതലെങ്കിലും ആൾക്കാർ ആ മോഷനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നോ കോൺഫിഡൻസ് മോഷൻ വിജയിക്കുകയുള്ളൂ. അങ്ങനെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ തുടർന്നുള്ള വാർത്തകൾ ഇനി വരുന്ന ദിവസങ്ങളിലുണ്ടാവും. അതുപോലെ നോ കോൺഫിഡൻസ് മോഷൻ അതുപോലെയുള്ള മറ്റു മോഷൻസ് എല്ലാം നമുക്ക് പോളിറ്റി ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ സെക്കൻഡ് വൺ, 6th പേജിൽ ഒരു വാർത്തയുണ്ട്. ന്യൂട്രിനോ പ്രോജക്റ്റ് വോണ്ട് അഫക്റ്റ് വൈഗൈ മുല്ലപ്പെരിയാർ ഡാംസ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ നോക്കാനുണ്ട്. എന്താണ് ന്യൂട്രിനോ പ്രോജക്റ്റ്? ഇപ്പോൾ ഇതിൽ പറയുന്നത് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി പറ്റിയാണ്. INO, ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി. INO is a multi-institutional effort aimed at building a world-class underground laboratory with rock cover of approximately 1200 meters. ഈ INO എന്ന് പറയുന്നത് ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി. അത് വരുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലെ ബോധി വെസ്റ്റ് ഹിൽസിലാണ്. പോറ്റിപുരം എന്ന് പറഞ്ഞ സ്ഥലം, ബോധി വെസ്റ്റ് ഹിൽസ്, തേനി ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്. അവിടെ എന്താണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? ഈ INO, ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി, that consists of 3 developments. First one is construction of underground laboratory. Second one, an ion calorimeter detector for studying neutrinos. And third one, setting up of a national center for higher energy physics at Madurai for the operation and maintenance of the lab and human resource development. അപ്പോൾ ഈ പ്രോജക്റ്റിൽ, INO പ്രോജക്റ്റിൽ ഒന്നാമത് ഈ ബോധി വെസ്റ്റ് ഹിൽസിൽ ഒരു പീക്കിന് അടിയിലായിട്ട്, ഒരു 1.5 കിലോമീറ്ററോളം അടിയിലായിട്ട്, 1200 മീറ്റേഴ്സോളമാണ് ഈ ലബോറട്ടറി സ്ഥാപിക്കാൻ വേണ്ട ഡെപ്ത്. അപ്പോൾ 1.3 അല്ല 1.2 കിലോമീറ്ററോളം അടിയിലായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ പണിത് അതിനുള്ളിലാണ് ലബോറട്ടറി സ്ഥാപിക്കുന്നത്. അതിനുള്ളിൽ ഒരു അയൺ കലോറിമീറ്റർ ഡിറ്റക്ടർ വെക്കും. അതായത് ന്യൂട്രിനോസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ കലോറിമീറ്റർ ഡിറ്റക്ടർ പണിയുന്നുണ്ട്. അതുപോലെ
ഈ ലബോറട്ടറിയുടെ മാനേജ്മെന്റിനായിട്ട് ഒരു നാഷണൽ സെന്റർ ഫോർ ഹയർ എനർജി ഫിസിക്സ് അത് മധുരയിൽ സ്ഥാപിക്കുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഈ പ്രോജക്റ്റിൽ വരുന്നത്. ഇനി എന്താണ് ന്യൂട്രിനോസ്? ദേ ആർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ബിലോങ്ങിങ് ടു ദ ലെപ്റ്റൻ ഫാമിലി. ഇതൊരു ഫെർമിയോണിക് പാർട്ടിക്കിളാണ്, ഫണ്ടമെന്റൽ പാർട്ടിക്കിളാണ്. അതായത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എന്നൊക്കെ പറയുന്ന പോലെ അതിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ന്യൂട്രിനോസ്. നിങ്ങൾ കുറച്ചാൾ മുമ്പ് വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ് ഹിഗ്സ് ബോസോണെ പറ്റിയിട്ടൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിളാണ് ഈ ന്യൂട്രിനോയും. ലെപ്റ്റൻ ഫാമിലിയിൽ പെടുന്നതാണ്. അതായത് മ്യൂൺ അങ്ങനെയുള്ള ലെപ്റ്റൻ ഫാമിലിയിൽ പെടുന്നതാണ് ന്യൂട്രിനോയും. എന്താണ് ന്യൂട്രിനോയുടെ പ്രത്യേകത? ദേ ആർ മാസ്ലെസ്, അതായത് ദർ മാസ് ഈസ് നിയർ ടു സീറോ. സീറോയ്ക്ക് അടുത്ത് നിൽക്കുന്നതാണ്. മാസ്ലെസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന അത്ര തീരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ന്യൂട്രിനോ. ആൻഡ് ഹെൻസ് ദേ ആർ ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട്. അവർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പേര് ന്യൂട്രിനോ എന്ന് ഇട്ടത്. ദേ ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആൻഡ് ദർ മാസ് ഈസ് നിയർ ടു സീറോ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യാൻ വളരെ പാടാണ്. അതുപോലെ ദേ പാസ് ത്രൂ നോർമൽ മാറ്റർ അൺഡിറ്റക്റ്റഡ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഈ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളിൽ കൂടെയൊക്കെ ഈ ന്യൂട്രിനോസ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവാം. ദേ ആർ പാസിങ് ത്രൂ ദ നോർമൽ മാറ്റർ അൺഹിൻഡ്രഡ് ആൻഡ് അൺഡിറ്റക്റ്റഡ്. ഇതാണ് ന്യൂട്രിനോസിന്റെ പ്രത്യേകത. ഇവരെ കണ്ടെത്താൻ വളരെ പാടായതുകൊണ്ട് തന്നെയാണ് ഈ ന്യൂട്രിനോസിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു 1.5 കിലോമീറ്ററോളം എന്താ പറയുന്നത് കവർ ഉണ്ടെങ്കിൽ മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മലയുടെ അടിയിലായിട്ട് ഈ ലാബ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ വാർത്ത വന്നതെന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രിനോ പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടി. ആൻഡ് ഇവിടെ യൂണിയൻ മിനിസ്റ്റർ പറയുന്നുണ്ട് ദാറ്റ് വോണ്ട് അഫക്ട് ദ നിയർ ബൈ ഡാംസ്. ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മലയ്ക്കുള്ളിൽ ബ്ലാസ്റ്റ് ഒക്കെ നടത്തി പൊട്ടിക്കണം, പാറ പൊട്ടിക്കണം. അതൊന്നും ഒരു സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോൾ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞത്. ഇതാണ് വാർത്തയിൽ വന്നത്. INO എന്താണെന്ന് നോക്കുക. ഇന്ത്യ ബേസ്ഡ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി. അത് വരാൻ പോകുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റിലെ ബോധി വെസ്റ്റ് ഹിൽസിലാണ്. അതായത് വെസ്റ്റേൺ ഗട്ട്സിന്റെ പാർട്ടാണ്. അതുപോലെ ഈ ന്യൂട്രിനോസ് എന്താണ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ്, ഫെർമിയോണിക് പാർട്ടിക്കിൾസ് ആണ്. ഒരു മാസ്ലെസ് ആണ് ആൻഡ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ദേ ആർ ഹാർഡ് ടു ഡിറ്റക്ട്. ഇത്ര ഓർത്ത് വെക്കുക. ഇതിനെപ്പറ്റി വാർത്തകൾ വന്നാൽ, ഇങ്ങനെയുള്ള വാർത്തകൾ വന്നാൽ നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് വേണ്ടത് എഡിറ്റോറിയൽ പേജിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വാർത്തയുടെ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. അതായത് ഫോർമാൽഡിഹൈഡ് കണ്ടാമിനേഷൻ, ഫോർമാലിൻ പറ്റിയിട്ട്. അതായത് ഫോർമാൽഡിഹൈഡ് കണ്ടാമിനേഷൻ വാസ് റിപ്പോർട്ടഡ് ഇൻ ഫ്രഷ് ഫിഷ് സാമ്പിൾസ് ഇൻ കേരള, തമിഴ്നാടു ആൻഡ് ഗോവ. അതെന്താണ് ഈ ഫോർമാൽഡിഹൈഡ്? ഫോർമാലിൻ ആണ് അതിനെ പോപ്പുലറായിട്ട് അറിയപ്പെടുന്നത്. ഫോർമാൽഡിഹൈഡ് ആണ്. ഇറ്റ് ഹാസ് ബീൻ ബാൻഡ് ബൈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫ്രഷ് ഫിഷിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ ബാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ലേബിൾഡ് ഇറ്റ് ആസ് എ കാർസിനോജൻ. അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? ഫോർമാൽഡിഹൈഡ്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫോർമാലിനെ പറ്റി നോക്കേണ്ടത്. ദെൻ അതിനടുത്ത പേജിൽ ഇന്ത്യ ഫോർ ലോങ് ടേം പാർട്ണർഷിപ്പ് വിത്ത് ഇറാൻ എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഇറാൻ റിലേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ചബഹാർ പോർട്ട് ഒക്കെ പഠിച്ചിരുന്നു, ബന്ദർ അബ്ബാസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറൊരു വാർത്തയാണിത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇറാനുമായിട്ടുള്ള ട്രേഡ് ലിങ്ക്സും എല്ലാം കുറയ്ക്കാൻ US പ്രഷറുണ്ട്. അവരിൽ നിന്നും എനർജി ഫ്യൂവൽ വാങ്ങാതിരിക്കാൻ, അതൊക്കെ കുറച്ചുകൊണ്ട് വരാൻ US നമ്മളോട് പറയുന്നുണ്ട്. അതിന് തന്നിരിക്കുന്ന ഡെഡ് ലൈനാണ് നവംബറിലാണ്. അപ്പോൾ
അങ്ങനെ ആകെ ഒരു ഡയലമയിലാണ് നമ്മൾ. അതായത് ഇറാനുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പം തന്നെ US-ന്റെ പ്രഷറും ഉണ്ട്. പക്ഷേ ഇവിടെ യൂണിയൻ മിനിസ്റ്റർ പറയുന്നത് ഇന്ത്യ ഈസ് ഗോയിങ് ഫോർ എ ലോങ് ടേം പാർട്ട്ണർഷിപ്പ് വിത്ത് ഇറാൻ. നമ്മൾ അതിൽ യാതൊരു സംശയമില്ല. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് എ ലോങ് ടേം പാർട്ട്ണർഷിപ്പ്. അതിൽ ആരുടെ പ്രഷർ വന്നാലും നമ്മൾ ആ പാർട്ണർഷിപ്പ് തുടരും. നമ്മൾ ഹൈ ലെവൽ മീറ്റിംഗ്സ് ഒക്കെ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. 2016 മോഡി ഇറാനിൽ പോയി. 2018 അവിടുത്തെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു. ചബാഹർ പോർട്ടിൽ നമ്മൾ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മളുടെ ഫ്യൂവൽ സപ്ലൈ കൂടുതലും ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് ഇന്ത്യ ഇറാൻ റിലേഷനിൽ കാണിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി വാർത്തകൾ ഉണ്ടാവും. ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറിനെ പറ്റിയിട്ടൊക്കെ ഇനിയും വരും. അപ്പോൾ അതും നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇന്റർനാഷണൽ റിലേഷൻ പോർഷൻ നന്നായി എഴുതി വെക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ന്യൂസിൽ ഫോക്കസ് ചെയ്യേണ്ട, ടാർഗറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പം നമ്മൾ സംസാരിച്ച കാര്യങ്ങളെ പറ്റിയുള്ളത് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത് ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. നമ്മളത് കൂടുതൽ മറ്റ് സോഴ്സുകളിൽ നിന്നൊക്കെ കണ്ടെത്തി നമ്മളുടെ നോട്ട്സ് വളരെ നന്നാക്കി എടുക്കുക. അതൊക്കെയാണ് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്നത്. അതുപോലെ ഇത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ INO ന്യൂട്രിനോസിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്യാതെ കുറച്ച് ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സുകൾ നോക്കുക. അതായത് ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ വെറുതെ വിക്കിപീഡിയ അങ്ങനെയുള്ള ഓപ്പൺ വെബ്സൈറ്റ്സ് ഒന്നും എടുക്കാതെ, ഇപ്പോൾ INOയെ പറ്റി നോക്കുമ്പോൾ INOയുടെ തന്നെ സൈറ്റ് ഉണ്ട്. INO ഓർഗനൈസേഷൻ്റെ തന്നെ സൈറ്റ് ഉണ്ട്. അതിൽ കയറിയാൽ ഓതൻറ്റിക് ആയിട്ടുള്ള ഡേറ്റ കിട്ടും, അതിൽ തെറ്റുണ്ടാവില്ല. അങ്ങനെയുള്ള സോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വിക്കിപീഡിയ ഒക്കെ ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ഒഴിവാക്കുക, ഓതൻറ്റിക് ആയിട്ടുള്ള വാർത്തകൾ എടുക്കുക. അങ്ങനെ നിങ്ങളുടെ നോട്ട്സ് കൂടുതൽ റിച്ച് ആക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം വീണ്ടും റിവ്യൂവുമായി കാണാം. ജിത്രസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.